ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. അതായത് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ സ്തനപുരത്തിൽ നിന്ന് ദ്വാരകാപുരിയിലേക്ക് പോകുന്നതായിട്ടാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. അത് നിർത്തിയായിരുന്നു ആ ഭാഗമാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ ഭഗവാന്റെ ദ്വാരകയിലെത്തിയ ഘോഷയാത്രയും അവിടുത്തെ ജനങ്ങളുടെ ആഹ്ലാദവും പിന്നെ അവരുടെ പ്രഭുവായിരിക്കുന്ന ഭഗവാനെ കാഴ്ചദ്രവ്യങ്ങളെല്ലാം സമർപ്പിച്ചു. അവർ കാഴ്ചവസ്തുക്കൾ സമർപ്പിച്ച് അവരുടെ സമ്മാനങ്ങൾ ഭഗവാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവിടെ ദ്വാരകാപുരിയിൽ ഭഗവാൻ ഇല്ലാത്ത ഓരോ നിമിഷവും അവർക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഒരു യുഗം പോലെയാണ് അവർക്ക് തോന്നിയെന്നാണ് അവർ പറയുന്നത്. തന്നെ കാത്തിരിക്കുന്ന എല്ലാരെയും ആദരിച്ചു കൊണ്ടാണ് അങ്ങനെ ആദരിച്ചു കൊണ്ടാണ് ദ്വാരകയിൽ കടന്നത്. പിന്നെ തൻ്റെ അമ്മമാരെ കണ്ടു നമസ്കരിക്കുകയും ഭാര്യമാരെയും അതിൽ കണ്ടു. പിന്നെ അവരെ സ്നേഹത്തോടെ സംഭാഷണം ചെയ്യുകയും അവരോട് അതിനുശേഷം വ്യാസമഹർഷി പറയുന്നു, ദുഷ്ട നിഗ്രഹത്തിന് ഭൂഭാരനാശത്തിനുമാണ് വേണ്ടി അവതാരം എടുത്ത ആ കരുണാമൂർത്തിയെ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആരും അറിയാതെ തന്നെ ചെയ്തു. ഉദ്ദേശ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തു. പിന്നെ ഇതൊന്നും മനസ്സിലാക്കാത്ത അജ്ഞാനികളും അത് ഭഗവാൻ അങ്ങനെയാണ് ഭഗവാൻ മായയിലൂടെയാണ് വന്നിരിക്കുന്നത്. അതൊന്നും അജ്ഞാനികൾക്ക് മനസ്സിലാവുന്നില്ല. ഭാര്യമാർക്കും അത് മനസ്സിലാവുന്നില്ല. ആ സ്ത്രീകൾക്കും ഭഗവാൻ തങ്ങൾക്ക് സ്വന്തമാണ്, തങ്ങളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് ഭഗവാൻ ഇരിക്കുന്നത്, എല്ലാം ചെയ്തു തരുന്നതെന്ന് സാധാരണ മനുഷ്യനെ പോലെ കരുതി വന്നു. ഭഗവാൻ അചഞ്ചലനും ആത്മാരാമനുമാണ്. പിന്നെ അദ്ദേഹം ഗൃഹസ്ഥാശ്രമം അനുഭവിക്കുകയും അത് ഓരോ രൂപമെടുത്താണ് അനുഭവിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലെ മോക്ഷത്തിന് പ്രതിബന്ധമല്ല എന്ന് കാണിക്കാൻ ഈ വിധമൊക്കെ ലീലയാടിയതാണ്. ഇത്ര മാത്രമേ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.